മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശുഭസമാപനം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ശുഭകരമായി പൂർത്തിയാക്കിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് പറഞ്ഞു. പരാതികൾക്ക് ഇടയുണ്ടാകാതെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കാൻ കഴിഞ്ഞു. വിവിധ സർക്കാർ വകുപ്പുകൾ, ദേവസ്വം ബോർഡ്, സന്നദ്ധ സാമുദായിക രാഷ്ട്രീയ സംഘടനകൾ, മാധ്യമങ്ങൾ തുടങ്ങിയവയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണിത്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഓരോ ഘട്ടത്തിലും ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ക്രമീകരണങ്ങൾ നടപ്പാക്കി. വിവിധ വകുപ്പ് മന്ത്രിമാരുടെ അധ്യക്ഷതയിലും യോഗങ്ങൾ നടന്നു. വാഹന പാർക്കിംഗ്, തീർത്ഥാടകർക്ക് നിൽക്കുന്നതിനും വിരിവയ്ക്കുന്നതിനുമുള്ള പന്തലുകൾ, അന്നദാനം, കുടിവെള്ളം, പ്രസാദ വിതരണം, ഗതാഗതം തുടങ്ങി എല്ലാ മേഖലകളിലും മികച്ച സൗകര്യമൊരുക്കി. നിലയ്ക്കലും എരുമേലിയിലും അധികമായി പാർക്കിംഗ് കേന്ദ്രങ്ങൾ സജ്ജമാക്കി. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ 25 ലക്ഷത്തിലധികം ഭക്തർക്ക് ഭക്ഷണം നൽകി. തീർത്ഥാടന കാലം ആരംഭത്തിൽ 40 ലക്ഷത്തോളം അരവണ കരുതൽ ശേഖരമുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കിയത് തീർത്ഥാടന കാലം മനോഹരമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കണമെന്ന തന്ത്രിയുടെ നിർദ്ദേശം പ്രയോജനപ്പെട്ടു. വസ്ത്രങ്ങൾ പമ്പയിൽ ഉപേക്ഷിക്കുന്നതിലും കുറവ് വന്നു. പ്രാഥമിക കണക്കുകൾ പ്രകാരം മുൻവർഷത്തേക്കാൾ 10 ലക്ഷത്തിലധികം തീർത്ഥാടകർ ദർശനത്തിനെത്തി. ജനുവരി 18 വരെ 52 ലക്ഷം ഭക്തർ എത്തി. വരുമാനത്തിലും ഗണ്യമായ വർധനവുണ്ടായി. പോലീസിന്റെ കൃത്യവും ശാസ്ത്രീയവുമായുള്ള ഇടപെടലിലൂടെ ഭക്തജന തിരക്ക് കാര്യമായി നിയന്ത്രിച്ചു. 18-ാം പടിയിലെ പോലീസുകാരുടെ പ്രവർത്തന സമയം 15 മിനിറ്റാക്കി കുറച്ചതിലൂടെ 1 മിനിറ്റിൽ 85 തീർത്ഥാടകരെ വരെ കയറ്റിവിടാനായി. സോപാനത്തിന് മുമ്പിലുള്ള ദർശന ക്രമീകരണവും ഫലപ്രദമായിരുന്നു. തീർത്ഥാടകരോടുള്ള പോലീസിന്റെ പെരുമാറ്റവും കുട്ടികൾക്കും വയോധികർക്കും ദർശന സൗകര്യം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളും ശ്ലാഘനീയമായിരുന്നുവെന്ന് പ്രസിഡന്റ് പറഞ്ഞു.